ഒരു ചെറിയ ലൊക്കേഷൻസ്, അതായത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, ഈ ഒരു കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അത് അത്രത്തോളം എത്തിയില്ല എന്ന് വേണം പറയാൻ. നടന്ന സംഭവം സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഇഴച്ചിലായിട്ട് തോന്നി. കാരണം കുറച്ചുകൂടി ക്രിസ്പാക്കി ഒരു 15 മിനിറ്റിൽ 20 മിനിറ്റിൽ കാണിക്കേണ്ട കാര്യങ്ങൾ എന്തോ ഒരു ഫസ്റ്റ് ഹാഫ് അത്രയും നീട്ടണം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കാണ് ശരിക്കും കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ്, അതായത് ഒരു ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കാണ് ശരിക്കുള്ള നടക്കുന്നത്. കാരണം ട്രെയിലറിൽ കാണുന്ന കാര്യങ്ങൾ ഏകദേശം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ട്രെയിലറിൽ എന്താണ് കാണിക്കുന്നത് അത്രയും നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം എന്താണ് നടക്കുന്നത് അതിലൂടെയാണ് കഥ പോകുന്നത്. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, അതായത് കുറച്ച് വില്ലാസൊക്കെ ഉള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അതിനകത്ത് നടക്കുന്ന കുറച്ച് കുടുംബങ്ങളും അവരുടെ ഫ്രണ്ട്ഷിപ്പും പിന്നെ അതിന് ഇടയ്ക്ക് വരുന്ന അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടെയാണ് പറഞ്ഞു പോകുന്നത്. അതിലിപ്പോൾ 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരാൾ ഇച്ചിരി ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറും, എന്നാൽ രണ്ടാമത്തെ ആൾ കുറച്ചുകൂടി എക്സ്ട്രോവേർട്ടായിട്ട് എല്ലായിടത്തും പെട്ടെന്ന് ഒന്ന് ജെല്ലാവുന്ന അങ്ങനത്തെ രീതിയിൽ. പക്ഷേ അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ ഊഹക്കണക്ക് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ അനുമാനിക്കുന്നതും ഇത് നമ്മൾ സാധാരണ ഒരു പേഴ്സണൽ ലൈഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൂടിയിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. കുറച്ചുകൂടെ വ്യത്യസ്തമാക്കാമായിരുന്നു. എന്തെങ്കിലും പുതിയതായിട്ടൊന്നും ഇത് സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളിത് 90കളിലും 2000-ലും ഒക്കെ ഫാമിലി ഇങ്ങനത്തെ സ്റ്റോറീസിലൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഒരു ടാബുവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ആണിനെ എടുത്താലും പെണ്ണിനെ എടുത്താലും നമ്മുടെ ഫിസിക്കലി നമുക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമ്മളിപ്പം കുറേ കൂടെയൊക്കെ അപ്ഡേറ്റഡ് ആണ്, ഓപ്പൺ ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു ടാബുവായിട്ടുള്ള അക്കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസാരിച്ച് പോകുന്നുണ്ട്. കുറേ കൂടെ ഒരു ക്രിസ്പാക്കി എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാമായിരുന്നു. ഒരു മോറൽ അങ്ങനത്തെ രീതിയിലോ കൂടെ ചെയ്യുന്ന രീതിയിലൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് എടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ച് എന്ന രീതിയിൽ പറയാം. പിന്നെ ഇതൊരു ഒരു മിനിമം, അതായത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് ഒരു ചെറിയ ലൊക്കേഷൻസ്, അതായത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, ഈ ഒരു കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു ലൊക്കേഷൻസും ഇല്ല. 2 ലൊക്കേഷനിലാണ് മാക്സിമം സീനുകൾ നടക്കുന്നത്. വീടിന് പുറത്ത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ ഒരു കുഞ്ഞു സിനിമ. ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം ബിജു മേനോനും ഇവർ 2 പേരും നേർക്ക് വരുന്ന ഒരു ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അത്രത്തോളം എത്തിയില്ല എന്ന് വേണം പറയാൻ. കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ചബിൾ.